അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത് സെൻട്രൽ ബീം സ്റ്റെയറിനെ കുറിച്ചാണ്. ഒരു സെൻട്രൽ ബീം സ്റ്റെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മറ്റു സ്റ്റെയറിനേക്കാളും ഒരു 40% കോസ്റ്റ് നമുക്ക് കൂടും. അതായത് ചെയിൻ സ്റ്റെയർ സാധാ ടൈപ്പ് സ്റ്റെയറിനെക്കാട്ടിയും ഒരു 40% തന്നെ നമുക്ക് ഇതിൽ കൂടും. ഇതിൽ വർക്ക് കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിന് അനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ് ഈ സെൻറ്ററിൽ വരുന്ന ബീം. പിന്നെ അതുകൂടാതെ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ലേബർ കോസ്റ്റ്. സാധാ ഒരു സ്റ്റെയർ ആകുമ്പോൾ ഒരു ഒറ്റ നമ്പറിന് നമുക്കൊരു 900 രൂപ ലേബർ വരും. ഇത് നമുക്കൊരു 1700 അടുത്ത് നമുക്ക് ഒരു സ്റ്റെപ്പിന് നമുക്ക് ലേബർ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഒരു 3 ടൺ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് അളവ്. ഈ 3 ടണ്ണിൽ നമ്മൾ ചെയിൻ ടൈപ്പ് ആണെങ്കിലോ സാധാ ടൈപ്പ് സ്റ്റെയർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ 19 റൈസറൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. ഇതിൽ നമ്മൾ റൈസറിൻ്റെ എണ്ണം കുറയ്ക്കണം. കാരണം റൈസറിൻ്റെ എണ്ണം കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടണം. ഈ ഹൈറ്റ് കൂടുതലായിട്ട് കിട്ടുമ്പോഴാണ് ഈ സ്റ്റെയറിനൊരു ഭംഗി. അപ്പോൾ റൈസർ ഒന്ന് കുറച്ച് കൂടും. അത് കുറച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ ഈ ഗ്യാപ്പ് കുറയും. പിന്നീട് ഇതിൻ്റെ ലെങ്ത്ത്. സാധാരണ സ്റ്റെയർ 90 സെൻറ്റിമീറ്ററൊക്കെയാണ് നമുക്ക് ലെങ്ത്ത്. അത് കൂട്ടിയിട്ടും ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റെയർ ചെയ്യുമ്പോൾ നമ്മൾ മിനിമം 1 മീറ്റർ ആക്കാൻ നോക്കുക. കാരണം ലേബറൊക്കെ സെയിം ആവില്ല. അപ്പോൾ നമുക്കൊരു 10 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത്രയും വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ കനം അത് നമ്മൾ മിനിമം ഒരു 6.5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ, ഒരിക്കലും 4 ഇഞ്ച് അതായത് 10 സെൻറ്റിമീറ്ററിലൊന്നും ഇത് ചെയ്യരുത്. കാരണം ഇത് തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 7.5 3 ഇഞ്ചിലായിരിക്കണം നമുക്കിത് ഫിനിഷിങ് ചെയ്ത് കിട്ടേണ്ടത്. അത് നമ്മൾ ഈ സ്റ്റെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് ഫിനിഷിങ്ങിലേക്ക് നമുക്ക് ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യുന്നതും. പിന്നീട് നമ്മൾ ഇത് ഫൈനൽ സ്റ്റേജിലേക്ക്, അതായത് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. കാരണം ഈ സ്റ്റെയർ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള അപ്പോൾ നമുക്ക് ഇതിന് കോസ്റ്റ് കുറയ്ക്കാൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ മാത്രം വുഡ് പാനൽ ചെയ്താൽ മതി. ബാക്കിയുള്ള റൈസർ ഇങ്ങനത്തെ ഏരിയ മുഴുവൻ നമുക്ക് ഈ ചുമരിൻ്റെ കളർ ഏതാണ്, ഒരു ഓഫ് വൈറ്റോ അങ്ങനത്തെ രീതിയിലേക്കൊക്കെ ലൈറ്റ് കളർ പെയിൻറ്റിലേക്ക് കൊണ്ടുവരിക. അതായത് ഈ ബീം എല്ലോ, എന്നിട്ട് മുകളിൽ മാത്രം വുഡിൻ്റെ പാനൽ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും ഈ സെൻറ്ററിൽ കൂടെ നമുക്ക് കൊടുക്കുകയും ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓരോരോ ഫിനിഷിങ്ങിലേക്കുള്ള മെറ്റീരിയൽ അത് ഓരോരോ ക്ലയൻസിനും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. അത് നമുക്ക് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഫിനിഷിങ് ചെയ്യുക. ഈ ഒരു സ്റ്റെയർ ഫിനിഷിങ് ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾ അടുത്ത പാർട്ടിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.